വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ജൂണിൽ ആരംഭിക്കും. തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. നിലവിൽ കടൽ മാർഗം എത്തിക്കുന്ന കണ്ടെയ്നറുകൾ കടൽ മാർഗം വഴി തന്നെയാണ് മറ്റിടങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. അതിവേഗം വളരുന്ന വിഴിഞ്ഞം ഹോർമൂസ് കടലിടുക്കടഞ്ഞപ്പോൾ ലോകത്തിലെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ ചരക്ക് നീക്കത്തിന് സഹായം ചോദിച്ചത് വിഴിഞ്ഞത്തിനോട്. കപ്പലുകളുടെ തിരക്ക് കാരണം സ്നേഹത്തോടെ അവയെല്ലാം നിരസിക്കേണ്ടി വന്നു. ഇനി മറ്റൊരു നാഴികക്കല്ലുകൂടി തുറമുഖം താണ്ടാൻ പോവുകയാണ്. ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ടാണ് വിഴിഞ്ഞം അറിയുന്നത്. മദർഷിപ്പുകളിൽ എത്തിക്കുന്ന ചരക്ക് ചെറുകപ്പലിലൂടെ മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രീതി. ജൂൺ 2ാം വാരത്തോടെ കണ്ടെയ്നറുകളുമായി കൂറ്റൻ വാഹനങ്ങൾ വിഴിഞ്ഞത്തിന്റെ റോഡ് വഴി പല ദേശത്തേക്ക് തിരിക്കും. ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി. ഇതുവഴി ചരക്ക് വാഹനങ്ങൾക്ക് നീങ്ങാനുള്ള അനുമതി ഇനി ദേശീയപാത അതോറിറ്റി നൽകണം. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് കേന്ദ്രം കഴിഞ്ഞ വർഷം നവംബറിൽ അനുമതി നൽകിയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തെ 2ാം ഘട്ട നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിലവിലെ 3.1 കിലോമീറ്റർ പുലിമുട്ട് 4 കിലോമീറ്ററായി നീട്ടാനുള്ള നിർമ്മാണം 40% പൂർത്തിയായി. ബർത്തിന്റെ നീളം കൂട്ടുന്നതും നടക്കുകയാണ്. മഴ കനക്കുന്നതിന് മുമ്പ് പരമാവധി ജോലികൾ പൂർത്തിയാക്കാനാണ് ശ്രമം. ഇതുവരെ 950 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. 19.9 ലക്ഷം TEU ചരക്കും കൈകാര്യം ചെയ്തു. റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം ആരംഭിക്കുമ്പോഴും ഭൂഗർഭ റെയിൽപാത ഒന്നുമായിട്ടില്ല. അതിനോടൊപ്പം അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി കിട്ടാനുള്ള പ്രയാസവും വിഴിഞ്ഞത്തിന് തിരിച്ചടിയാവുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് RB സനു, മീഡിയ 1. RB സനൂപ് തത്സമയ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, അങ്ങനെയാണെങ്കിൽ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാന നാഴിക കല്ലുകൂടിയാണ് എന്ന് പറയണം. കാരണം കടൽ മാർഗം തന്നെയാണ് ഇതുവരെ ചരക്ക് നീക്കം സാധ്യമായിരുന്നത്. അപ്പോൾ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം സാധ്യമാകുന്നതോടെ കൂടുതൽ വളർച്ചയിലേക്ക് തുറമുഖം നീങ്ങുന്നു. എപ്പോഴാണ് ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ? എത്രത്തോളം റോഡ് വികസനം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു? ജിൽസി, ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിട്ടാണ് വിഴിഞ്ഞം ലോകത്ത് അറിയപ്പെടുന്നത്. അതായത് മദർഷിപ്പുകളിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയ ശേഷം മറ്റിടങ്ങളിലേക്ക് ചെറിയ കപ്പലുകൾ, ഫീഡർ കപ്പലുകൾ വന്ന് കണ്ടെയ്നറുകൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ രീതിയാണ് ഇത്രയും നാളും തുടർന്നിരുന്നത്. ഈ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമൊക്കെ പൂർത്തിയാവാത്തതും അതേപോലെ ഇതിന്റെ ക്ലിയറൻസും മറ്റുമൊക്കെ കിട്ടാത്തത് കാരണമാണ് അവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകൾ കരമാർഗം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാത്തത്. പക്ഷേ അതിനിപ്പോൾ ഉള്ള അനുമതി ലഭ്യമാവാൻ പോവുകയാണ്. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അത് ദേശീയപാതയുമായിട്ട് NH66 കണക്ട് ചെയ്യുന്ന ആ ഭാഗമൊക്കെ തന്നെ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനമൊക്കെ നേരത്തെ അന്നത്തെ മുഖ്യമന്ത്രി തന്നെ പിണറായി വിജയൻ നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഇതുവഴി കണ്ടെയ്നറുകൾക്ക് പോകാനുള്ള അനുമതി ലഭ്യമാവേണ്ടതുണ്ട്. അത് ഡൽഹിയിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിൽ നിന്നാണ് ലഭ്യമാവേണ്ടത്. അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ സംസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഇതിന്റെ അനുമതി ലഭ്യമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജൂണിൽ ഇതുവഴിയുള്ള ചരക്ക് നീക്കം, ഗേറ്റ്വേ ചരക്ക് നീക്കം സാധ്യമാവുമെന്നാണ് വിഴിഞ്ഞം തുറമുഖ അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞത്ത് നിന്ന് ഈ റോഡ് മാർഗം കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും. ഇതുവഴി വലിയൊരു വളർച്ച കൂടി വിഴിഞ്ഞത്തിന് സാധ്യമാകും. നിലവിലിപ്പോൾ വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ട നിർമ്മാണമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് വാട്ടർ പുലിമുട്ടിന്റെ നിർമ്മാണം അത് ത്വരിത വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 3.1 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ട് നിർമ്മിച്ചിട്ടുള്ളത്. അത് 4 കിലോമീറ്ററായിട്ട് നീട്ടാനുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത്. അതിന്റെ 40% നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ 800 മീറ്ററാണ് ബെർത്ത്. അതിനി 2000 മീറ്ററിലേക്ക് നീട്ടണം. അതിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ. പക്ഷെ അപ്പോൾ ഒരു തിരിച്ചടി എന്നോണം ഈ ഭൂഗർഭ റെയിൽപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുമായിട്ടില്ല. അതൊക്കെ തന്നെ ഇപ്പോഴും ഫയലിൽ ഒതുങ്ങിയിരിക്കുകയാണ് ജിൽസി. അതിനോടൊപ്പം ഈ അനുബന്ധ വികസനങ്ങൾക്ക് വേണ്ട ഭൂമിയും വേണം. നേരത്തെ പഴയ സർക്കാർ ഭൂമിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടെ ഓഫീസ് തുറക്കാനോ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഹബ്ബും മറ്റുമൊക്കെ ആരംഭിക്കാനോ ഭൂമി കിട്ടാത്തൊരു അവസ്ഥയാണുള്ളത്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഈ പറയുന്ന കമ്പനികളൊക്കെ തന്നെ ഒരുപാട് ഭൂമി വാങ്ങിയിടുന്നുമുണ്ട്. പക്ഷേ നമ്മുടെ വിഴിഞ്ഞത്തിന്റെ തൊട്ടടുത്തുള്ള ഭൂമി മറ്റുമൊക്കെ ഇപ്പോഴും ലഭ്യമാവാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതിനും കൂടി ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ വിഴിഞ്ഞത്തിൽ നിന്നുള്ള ഗുണം പ്രാദേശികമായിട്ട് കൂടി ലഭ്യമാവുകയുള്ളൂ.